ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രമതിക്കാണെങ്കിൽ ഒരു കോൾ വരുന്നുണ്ട് കേട്ടോ. ഇത് സേവ് ചെയ്യാത്ത ഒരു നമ്പറാണ്, അൺനോൺ നമ്പറാണല്ലോ എന്ന് കരുതിയിട്ട്, ആരായിരിക്കും എന്ന് കരുതിയിട്ട് ചന്ദ്രമതി കോൾ അറ്റൻഡ് ചെയ്യാണ്. ഈ സമയം അപ്പുറത്തെ സൈഡിൽ നിന്ന് പറയുന്നുണ്ട്, ഹലോ, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല, എന്നാൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാനേ. അപ്പോഴേക്ക് ചന്ദ്ര വയ്ക്കുന്നുണ്ട്, അല്ല ഇതെന്ത് തമാശയായി പറയുന്നത്? എനിക്കറിയാത്തവർ എന്നോട് സംസാരിക്കുന്ന കാര്യം എന്തിനാ? നിങ്ങൾ എന്തിനാ വിളിച്ചത്? യോഗയുടെ ക്ലാസ്സിന് ആവശ്യത്തിന് വല്ലതും ആണോ വിളിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഈ സമയം ചന്ദ്ര പറയുന്നുണ്ട്, എനിക്ക് ആരാന്ന് പോലും അറിയാത്തവരോട് സംസാരിക്കാനായിട്ട് താല്പര്യമില്ലയെന്ന് പറയുകയാണേ. അപ്പോഴേക്കും അയ്യോ കട്ട് ചെയ്യല്ലേ ആൻറ്റി, ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം അറിയാവുന്നത് കൊണ്ടാണ് പറയുന്നത്. നിങ്ങളുടെ വീട്ടിലെ ഒരു മരുമകൾക്ക് നേരത്തെ തന്നെ വിവാഹം കഴിഞ്ഞതാണ്. അത് തന്നെയല്ല, നിങ്ങൾ അറിയാത്ത ഒരുപാട് രഹസ്യം അവളെക്കുറിച്ചിട്ടുണ്ടെന്ന് പറയുകയാണേ. അപ്പോഴേക്കും ചന്ദ്രമതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ആഹാ, എൻ്റെ വീട്ടിലോട്ട് ഫോൺ ചെയ്തതും പോരാ, എന്നിട്ട് വായി എല്ലാം വിളിച്ച് പറയുകയാണോ? നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണെ. എനിക്കൊന്നും വേണ്ട, എന്തായാലും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസം അല്ലെങ്കിൽ ഞാനൊരു അഡ്രസ്സ് തരാം, നിങ്ങൾ അവിടെ പോയി നേരിട്ട് കാണുമെന്ന് പറയാനേ. അപ്പോഴേക്കും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, അല്ല ഞാനെന്തിനാ നിങ്ങൾ പറയുന്ന അഡ്രസ്സിൽ പോകുന്നത്? അതെ, ഞാൻ നിങ്ങളുടെ ഒരു വെൽവിഷറാണെന്ന് കൂട്ടിക്കോളൂ. എന്തായാലും നിങ്ങൾക്ക് ദോഷം വരുന്നതൊന്നും ഞാൻ ചെയ്യില്ല. പിന്നെ ഒരു കാര്യം മറക്കണ്ട, നിങ്ങൾ തനിയെ പോകണ്ട, ആരെങ്കിലും ഒന്ന് കൂട്ടിക്കൊണ്ടു പോക്കോളൂ. നിങ്ങളുടെ മരുമക്കളെ ഒഴിച്ച് ആരെ വേണമെങ്കിലും കൂട്ടിക്കൊണ്ട് പോക്കോ എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ അയാൾ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അഡ്രസ്സും പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ചന്ദ്രമതിക്ക് ആകെ അങ്ങ് ടെൻഷനാവുകയാണ് കേട്ടോ. ആരായിരിക്കും വിളിച്ചത്? ഇനി പൈസ തട്ടാൻ വേണ്ടിയിട്ട് വല്ലവരും ആയിരിക്കുമോ? എന്തായാലും അതൊന്നും ആയിരിക്കില്ല. തനിയെ പോകണ്ടെന്നും കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഭാമയെ കൂട്ടിയിട്ട് ഒന്ന് അവിടം വരെ പോയി നോക്കാമെന്ന് പറഞ്ഞ് ചന്ദ്രമതി ഭാമയുടെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഭാമേനെയും കൂട്ടിക്കൊണ്ട് അവർ കൊടുത്ത അഡ്രസ്സുള്ള സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ അവർ ആ അഡ്രസ്സിൽ ചെല്ലുമ്പോൾ നമ്മുടെ വിമലാമ്മയുടെ വീടാണ് കേട്ടോ. അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലാനായിട്ട് തുടങ്ങുന്ന സമയത്താണ് നമ്മുടെ ശ്രുതിയുടെ സൗണ്ട് അകത്ത് നിന്ന് കേൾക്കുന്ന ഉണ്ട്. അപ്പോഴേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട്, ശ്രുതിയുടെ സൗണ്ടാണല്ലോ, ഇവളെന്താ ഇവിടെ? അപ്പോൾ അയാൾ പറഞ്ഞ ഒരു വിവാഹം കഴിഞ്ഞ മരുമകളെന്ന് പറയുന്നത് ഇവളാണോ? എൻ്റെ ഈശ്വര, എന്താ ഇത്? അങ്ങനെ വിമലയോട് പറഞ്ഞിട്ട് ഭാമയോട് പറഞ്ഞിട്ട് ചന്ദ്രമതിയാണെങ്കിൽ പതുക്കെ ഒച്ച വയ്ക്കാതെ നമുക്ക് അവരെന്താ സംസാരിക്കുന്നതെന്ന് കേൾക്കാമെന്ന് പറഞ്ഞ് ഭാമയെ പിടിച്ച് അവിടെ നിർത്തിയിട്ട് അവരുടെ സംസാരം ഇങ്ങനെ കേൾക്കുകയാണ്. ഈ സമയം ഭാമ പറയുന്നുണ്ട്, ചന്ദ്രേ, എന്തായാലും നമ്മൾ ഇവിടെ ഇപ്പോൾ നിന്ന് സംസാരിക്കുന്നത് ശരിയല്ല. എന്തായാലും ആ ജനൽ വഴി അവരുടെ വീഡിയോ ഒന്ന് എടുത്തേക്കാന്ന് പറഞ്ഞ് ഭാമ തന്നെ നേരിട്ട് പോയിട്ട് നമ്മുടെ ശ്രുതിയുടെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം ആദ്യമാണെങ്കിൽ അമ്മ എന്ന് വിളിച്ചിട്ട് ശ്രുതിയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ശ്രുതിയെ നമ്മുടെ വിമലാമ്മയാണെങ്കിൽ കല്യാണി എന്ന് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ. ഈ സമയം ശ്രുതിയാണെങ്കിൽ അമ്മ എന്ത് പണിയാണ് കാണിച്ചത്? ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഇവൻ്റെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് നോക്കണമെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിമലാമ്മയെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കാണുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി ആകെ അങ്ങ് ഷോക്കായി പോവാണ്. ഇങ്ങനെ എന്താ വിമല, എന്തൊക്കെയാ ഭാമ ഇത്? നീ പറഞ്ഞിട്ടല്ലേ ഇവളെ എൻ്റെ മരുമകളായിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നത്? ഇനിയിപ്പോൾ ഞാൻ എല്ലാവരുടെയും മുഖത്ത് എങ്ങനെ നോക്കും? ആരെ എന്താണെന്നറിയില്ല, ആ വിളിച്ചു പറഞ്ഞ പയ്യൻ കാരണമാണ് ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞത്. ഇവള് വിവാഹം കഴിഞ്ഞതും പോരാ, ഒരു കുട്ടിയുടെ അമ്മയും കൂടിയാണ് എന്നൊക്കെ അറിഞ്ഞതിട്ട് ചന്ദ്രമതി ആകെ അയ്യോ എനിക്ക് തല കറങ്ങുന്നേ, ഞാൻ എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ആകെ വെപ്രാളം കാണിക്കുകയാണ് കേട്ടോ. ഈ സമയം ഭാമ പറയുന്നുണ്ട്, ചന്ദ്രേ, ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരുപാട് സംസാരിക്കുന്നത് ശരിയല്ല, നമുക്ക് വീട്ടിൽ പോയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് പറഞ്ഞ് ഭാമയോടെ നിന്ന് ചന്ദ്രനെ തൂക്കി പിടിച്ചുകൊണ്ടൊക്കെയാണ് കേട്ടോ പോകുന്നത്. കാരണം ആ ഒരു കാഴ്ച നമ്മുടെ ചന്ദ്രനെ വല്ലാതെ അങ്ങ് അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചന്ദ്രമതിയും ഭാമയും കൂടിയിട്ട് വീട്ടിലെത്തിയിട്ട് വീണ്ടും ആ വീഡിയോ, പിന്നെയും സംശയം അങ്ങോട്ട് മാറുന്നില്ല. അങ്ങനെ ആ വീഡിയോ വീണ്ടും പ്ലേ ചെയ്ത് കാണുകയാണ് കേട്ടോ. അപ്പോഴേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട്, അയ്യോ ഭാമേ, നീ അതൊന്ന് എടുത്ത് മാറ്റിവേ, എനിക്കിനി ഇതൊന്നും കാണാൻ വയ്യ. എൻ്റെ ശ്രുതിയോട് ഞാനിനി എന്താ സമാധാനം പറയുക? അയ്യോ അവള് ആ നശിച്ചവള് എൻ്റെ മോൻ്റെ ജീവിതം നശിപ്പിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം ഭാമ പറയുന്നുണ്ട്, അത് ചന്ദ്രേ, ഞാൻ അവളുടെ അച്ഛൻ മലേഷ്യ
ഏഷ്യയിലാണല്ലോ, നല്ല കാശുള്ളിടത്തെയാണല്ലോ, പിന്നെ കാണാനും സുന്ദരിയാണ്. ശ്രുതിക്കാണെങ്കിൽ നീ വലിയ വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ കണ്ടെത്തി വിവാഹം കഴിപ്പിക്കുകയുള്ളെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ എന്തുകൊണ്ട് നല്ലതാണെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വിവാഹത്തിന് മുമ്പോട്ട് നിന്നതെന്ന് പറയണേ. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എന്തായാലും നീ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കല്യാണം നടത്തിയത്, എന്നാൽ ഇവളിങ്ങനെ ആയിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ചന്ദ്രമതി ഇങ്ങനെ കാറുകയാണ് കേട്ടോ. എന്നാൽ ഭാമ പറയുന്നുണ്ട്, ചന്ദ്രേ നീ ഒന്ന് അടങ്ങ്, എന്തായാലും നമുക്കിവളെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. ഭാമയപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും ചന്ദ്രേ ആദിയുടെ അമ്മയാണെന്ന് അവൾ. ഇത്രയും നാൾ അവൻ എത്രയോ പ്രാവശ്യം ഇവിടെ വന്നിരിക്കുന്നു. അവൾ ഒരു ഭാവം വ്യത്യാസവും ഇല്ലാതെ അവൾ ഇങ്ങനെ അഭിനയിച്ച് നിന്നല്ലോ. എന്നാലും ഞാൻ കാരണമാണല്ലോ ചന്ദ്രേ നിനക്കിത് പറ്റിയത്, നീ എന്നോട് ക്ഷമിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭാമ ചന്ദ്രയോട് ക്ഷമയൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ഈ സമയം ചന്ദ്രമതി പറയുന്നുണ്ട്, നിൻ്റെ ക്ഷമയൊക്കെ അവിടെ നിൽക്കട്ടെ ഭാമേ, ഇനിയിപ്പോൾ എൻ്റെ മോൻ്റെ ഗതി എന്താവും? അവളാണെങ്കിൽ വിവാഹം കഴിഞ്ഞ് ഏற்கனவே ഒരു വിവാഹം കഴിഞ്ഞിട്ടുമുണ്ട്, അതുകൂടാതെ ഇത്രയും വലിയൊരു കുട്ടിയുമുണ്ട്. എൻ്റെ ശ്രുതി അറിഞ്ഞു കഴിയുമ്പോൾ എന്താവുമായിരിക്കും അവസ്ഥ? അയ്യോ, എൻ്റെ മോൻ്റെ ജീവിതം അവൾ നശിപ്പിച്ച് കളഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഞാൻ ഇതിനൊരു തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ ചന്ദ്രമതി ഭാമയുടെ വീട്ടിൽ നിന്ന് നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ ഹാളിലാണെങ്കിൽ പാനൊക്കെ ഇട്ടിട്ട് ചന്ദ്രമതി ആകെ ഭയങ്കര ദേഷ്യത്തിലിരിക്കുകയാണ്. ഈ സമയം ശ്രുതിയാണെങ്കിൽ പാർലറിൽ നിന്ന് അകത്തേക്ക് എന്നും പറഞ്ഞിട്ട് കയറി വരുന്നുണ്ട്. അങ്ങനെ ശ്രുതി കടന്നു വരുന്ന സമയത്ത് നമ്മുടെ ചന്ദ്രമതിയാണെങ്കിൽ ആകെ അങ്ങ് വിയർത്ത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഫാനാണെങ്കിൽ ഫുൾ സ്പീഡിൽ ഓടുന്നുണ്ടല്ലോ. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ ആൻറ്റിക്ക് എന്താ പറ്റിയത്? ഇത്രയും കൂളായിട്ട് ഇരുന്നിട്ട് ആൻറ്റി ഇതുപോലെ വിയർക്കുന്നല്ലോ എന്ന് ചോദിക്കുകയാണേ. അതോടെ കേൾക്കുമ്പോൾ ചന്ദ്രമതി ആകെ അങ്ങ് ഭയങ്കര ദേഷ്യത്തിൽ പറയുന്നുണ്ട്, ശ്രുതി നീ ഇവിടെ വന്നിരുന്നേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്താ ആൻറ്റി ഇന്നെന്താ പതിവില്ലാത്തതുപോലെ എന്ന് ചോദിക്കുകയാണേ. ആ, നീ എന്തായാലും പതിവില്ലാത്ത കാര്യങ്ങളൊക്കെയാണല്ലോ ഇവിടെ നടക്കുന്നത്, അപ്പോൾ പിന്നെ ഇതിലപ്പുറവും പ്രതീക്ഷിക്കാമെന്ന് പറയുകയാണേ. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ചന്ദ്രമതിയുടെ അടുത്തേക്ക് വന്നിട്ട് സോഫയിലേക്ക് ഇരിക്കാൻ തുടങ്ങുന്ന സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട്, നീ ഇവിടെ ഇരിക്കണ്ട, താഴോട്ട് ഇരിക്കുമെന്ന് പറയുകയാണ്. ശ്രുതിയാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. ഈ ആൻറ്റി എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവുമോ? എന്താ സംഭവിച്ചതെന്നൊന്നും അറിയില്ലല്ലോ. ആൻറ്റിക്ക് ഞാനൊരു ജ്യൂസ് എടുക്കട്ടെ? നീ കൂടുതൽ എന്നെ കുടിപ്പിച്ചിരുത്തണ്ടടി, നിനക്കുള്ളതേ ഞാൻ തരാം. നീ എൻ്റെ ആൻറ്റി എന്ന് വിളിച്ച് ഇത്രയും നാൾ നീ എൻ്റെ തലയിൽ മുളകരയ്ക്കുമായിരുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് രവിയേട്ട, വർഷേ, ശ്രീകാന്തേ എല്ലാവരും ഇങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ഉറക്കി വച്ചിടുകയാണേ. അങ്ങനെ ശ്രുതി നമ്മുടെ സച്ചിയും രവിയും ശ്രീകാന്തും എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ അമ്മേ, സാധാരണ ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഒത്തുകൂടാൻ വിളിക്കുന്നത് സച്ചിയാണ്, ഇന്നെന്താ സച്ചിക്ക് പകരം അമ്മയാണോ എന്ന് ചോദിച്ച് കളിയാക്കിക്കൊണ്ടാണ് കേട്ടോ നമ്മുടെ ശ്രീകാന്ത് വരുന്നത്. നീയൊന്ന് പോടാ, എനിക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഇങ്ങനെ ഒച്ചയിടുകയാണ് കേട്ടോ. അപ്പോൾ രവി ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രേ നിനക്ക് എന്താ പറ്റിയത്? നീ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ തൊട്ട് ഞാൻ നീ ഭയങ്കരമായിട്ട് വിയർത്തൊഴുകുന്നുണ്ടല്ലോ. എന്താ ചന്ദ്രേ, നീ എന്തെങ്കിലും കണ്ടു പേടിച്ചോ? അതോ നിനക്ക് എന്തെങ്കിലും വയ്യാഴിക ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണേ. അപ്പോൾ ചന്ദ്രമതിയാണെങ്കിൽ മറുപടി ഒന്നും പറയുന്നില്ല. എന്നിട്ട് രവിയുടെ കയ്യിൽ ആ വീഡിയോ കൊടുത്തിട്ട് പറയുന്നുണ്ട്, രവിയേട്ടാ ഇതൊന്ന് TV-യിൽ പ്ലേ ചെയ്തേ. ഇവിടെ സാധാരണ എല്ലാവരും ഓരോ ദിവസം ഓരോരുത്തരുടെ സിനിമയല്ലേ കാണിക്കുന്നത്, ഇന്ന് എൻ്റെ വക ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ചന്ദ്രമതി ആ ഫോണങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ രവിയാണെങ്കിൽ വർഷയോട് പറയുന്നുണ്ട്, മോളെ ഇതൊന്ന് TV-യിലേക്ക് കണക്ട് ചെയ്തേ. അത് ഞാൻ കണക്ട് ചെയ്യാമെങ്കിൽ എന്തായാലും ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയായിരിക്കുമല്ലോ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് വർഷ പെട്ടെന്ന് തന്നെ പോയിട്ട് ആ ഫോണ് ആണെങ്കിൽ TV-യിൽ കണക്റ്റ് ആകുന്നുണ്ട് കേട്ടോ. എന്നാൽ നമ്മുടെ വീഡിയോ എല്ലാവരും കാണുമ്പോൾ ആകെ ഞെട്ടി ഷോക്കാവുകയാണ്. കാരണം ശ്രുതിയാണെങ്കിൽ ആദിയുടെ കൂടെയാണ് നിൽക്കുന്നത്. ശ്രുതിനെ ആദിയാണെങ്കിൽ അമ്മയെന്ന് വിളിക്കുന്നുണ്ട്, വിമല അമ്മേനെ ശ്രുതി അമ്മയെന്നും വിളിക്കുന്നതൊക്കെയാണ് കേട്ടോ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്ര ഇത്? അതല്ലേ നിങ്ങളിപ്പോൾ നേരിട്ടെല്ലാം കണ്ടത്, പിന്നെ എന്നോടാണോ ചോദിക്കുന്നതെന്ന് പറയാനേ. അപ്പോൾ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി, എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? ഈ സമയം സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല ഈ പാർലറേട്ടത്തിൽ തന്നെയായിരുന്നു അപ്പോൾ കല്യാണി? ഈ സമയം രേവതിയും പറയുന്നുണ്ട്, അതെ സച്ചിയേട്ടാ, കല്യാണി എന്നാ ആദിയുടെ അമ്മയുടെ പേര് പറഞ്ഞിരുന്നത്. അപ്പോൾ ശ്രുതിയാണോ ആദിയുടെ അമ്മ? എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ അന്തിച്ച് നിൽക്കുകയാണ്.
എന്നാൽ എല്ലാവരെക്കാളും കൂടുതൽ തകർന്നടിഞ്ഞു പോയിരിക്കുന്ന നമ്മുടെ ശ്രുതിയാണ് കേട്ടോ. ശ്രുതിയാണെങ്കിൽ ശ്രുതിയൊന്ന് കണ്ണുയർത്തി നോക്കുന്നു പോലുമില്ല, തലകുനിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം ശ്രുതിയാണെങ്കിൽ നേരെ വന്നിട്ട് പറയുന്നുണ്ട്, ശ്രുതി നീ എന്നെ ഇത്രയധികം പറ്റിക്കുകയായിരുന്നു. നിൻ്റെ അച്ഛൻ മലേഷ്യയിലാണെന്ന് പറഞ്ഞിട്ട് നീ എല്ലാവരെയും വഞ്ചിച്ചു. നീ എന്നോട് പോലും സത്യം പറഞ്ഞില്ല. നീ അങ്ങനെ എന്നെ ഒരു കോമാളിയാക്കി. ഇപ്പോൾ തേണ്ട ഇത്രയും വലിയൊരു ചെറുക്കൻ്റെ അമ്മയാണോ നീ എന്തൊക്കെയാ ശ്രുതി നീ ചെയ്തു കൂട്ടുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതി ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുകയാണ്. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, എന്നെ നേരത്തെ തന്നെ ഒരുത്തിയാണെങ്കിൽ എന്നെ പറ്റിച്ചു, സ്നേഹം നടിച്ച് എൻ്റെ അച്ഛൻ്റെ 50 ലക്ഷം രൂപ കൊണ്ടാണ് അവൾ പോയത്. എന്നിട്ടിപ്പോൾ നിന്നെ ഞാൻ വിശ്വസിച്ച് ഒരുപാട് സ്നേഹിച്ചു, നീയും ഇപ്പോൾ ഇതൊക്കെയാണ് ചെയ്തതെന്നും പറഞ്ഞിട്ട് ശ്രുതി ഭയങ്കരമായിട്ട് ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി കരയാണ് കേട്ടോ. ചന്ദ്രമതിക്ക് ഇത് കാണുമ്പോൾ അങ്ങ് സഹിക്കുന്നില്ല. ചന്ദ്രമതിയാണെങ്കിൽ ശ്രുതിയുടെ അടുത്ത് ചെന്നിട്ട് ശ്രുതിയെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. മോനെ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഈ തെറ്റ് അമ്മ ഏറ്റെടുക്കുകയാണ്, അമ്മയാണ് വലിയ മലേഷ്യക്കാരിയാണെന്നൊക്കെ പറഞ്ഞ് മോന് കൂട്ടിക്കൊണ്ട് വന്ന് കാണിച്ചു തന്ന പെണ്ണ്, അയ്യോ എൻ്റെ തെറ്റാ ഇതെല്ലാം എൻ്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി തലക്കിട്ടൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം സച്ചി പറയുന്നുണ്ട്, എനിക്കതല്ല സംശയം, അമ്മ അമ്പലത്തിൽ പോയതല്ലേ, പിന്നെ അമ്മയ്ക്ക് എവിടുന്ന ഈ വീഡിയോ കിട്ടിയതെന്ന് ചോദിക്കുകയാണേ. അങ്ങനെ ചന്ദ്രമതി നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആരാന്ന് പോലും അറിയില്ല. ഒരാൾ എന്നെ രാവിലെ കോൾ ചെയ്ത് വിളിച്ചിട്ട് തനിയെ പോകാൻ പാടില്ല, ഒരാളെയും കൂട്ടിയിട്ട് ഈ അഡ്രസ്സുള്ള വീട്ടിലേക്ക് ചെല്ല്, നിങ്ങളുടെ മരുമകളുടെ ഒരു രഹസ്യം കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എന്നോട് ഫോൺ വിളിച്ച് പറയുമായിരുന്നു. അങ്ങനെ ഞാൻ ഭാമയും കൂട്ടിയിട്ട് അവിടെ ചെന്ന് കാണുമ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത്. ശ്രുതി പോലും അറിയാതെ ഞങ്ങൾ അവിടെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ വരുമായിരുന്നു എന്ന് ചന്ദ്രമതി കാര്യങ്ങളെല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്. ഈ സമയം ശ്രുതി പറയുന്നുണ്ട്, എന്തായാലും ശ്രുതിയാച്ചി ഇങ്ങനെയൊന്നും ചെയ്യുന്ന ഞങ്ങൾ ജീവിതത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. പിന്നെ ഈ വീട്ടിലെ ഏറ്റവും ബുദ്ധിമാനെന്ന് കരുതുന്ന ജെൻറ്റിൽമാനായിട്ട് കരുതിയ ഇഷ്ടം പോലെ ഡിഗ്രികളൊക്കെ സർട്ടിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത് സുധിയേട്ടനാണല്ലോ, ഇത്രയും വലിയ പറ്റീരി കിട്ടിയെന്ന് പറഞ്ഞിട്ട് വർഷ ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. എന്നാൽ ശ്രീകാന്ത് ആണെങ്കിൽ വർഷയോട് മിണ്ടാതിരിക്കാനായിട്ട് പറഞ്ഞ് ഇങ്ങനെ പിടിച്ച് പുറകോട്ട് ആക്കുന്നുണ്ട്. ഈ സമയം സച്ചി പറയുന്നുണ്ട്, ഈ പാർലർ ഏട്ടത്തി അന്ന് ഇവൻ്റെ കൂടെ വീട്ടിലേക്ക് കയറി വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാണ് ഇവൾ പക്ക ഫ്രോഡാണെന്നുള്ള കാര്യം. എന്തായാലും ഇത്രയും എന്തേലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കള്ളത്തരം പറഞ്ഞ് നിൽക്കുമായിരിക്കുന്ന ഞാൻ കരുതിയത്. എന്തായാലും ഇത്രയും വലിയൊരു ഫ്രോഡാണ് ഇവളെന്നുള്ള പാർലർ ഏട്ടത്തി എന്നുള്ള കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പോൾ എല്ലാവരേക്കാളും വലിയ ഫ്രോഡാണ് നീയല്ലെന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ നേരെ വിരൽ ചൂണ്ടുന്നുണ്ട് സച്ചി. രേവതി അപ്പോൾ ചെന്നിട്ട് സച്ചിനെ ഇങ്ങനെ പിടിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ. സച്ചിയേട്ടാ ഈ കാര്യങ്ങളൊക്കെ അമ്മയച്ഛനും ചോദിച്ചുകൊണ്ടിരിക്കുമല്ലേ, സച്ചിയേട്ടൻ ഇത്ര പെട്ടെന്ന് ദേഷ്യം പിടിക്കാതെ എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുകയാണ് കേട്ടോ. അങ്ങനെ രേവതിയും പറയുന്നുണ്ട്, സച്ചിയേട്ടാ എന്തായാലും അന്ന് തൊട്ടേ ഞാൻ ശ്രുതിയെ വാച്ച് ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ അന്ന് വന്നു പോയപ്പോൾ തൊട്ട് രാത്രിയിലൊക്കെ ആണെങ്കിൽ ശ്രുതിയുടെ റൂമിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു എന്തെങ്കിലും രാത്രിയിൽ പകല് ചോറൊക്കെ വാരി കൊടുത്തതിൻ്റെ സ്നേഹം കൊണ്ടായിരിക്കും അവൻ പോകുന്നതെന്ന്. ഇപ്പം മനസ്സിലായില്ലേ, ഇതുകൊണ്ടാണ് നമ്മൾ ആ വിമല ആൻറ്റിയെ ആണെങ്കിലും നമ്മുടെ അടുത്ത് ഒന്ന് സംസാരിക്കാനോ നമ്മളിൽ നിന്ന് പല തവണയായിട്ട് ഒഴിഞ്ഞു മാറിക്കൊണ്ടേ ഇരിക്കുന്നതല്ലേ. അപ്പോൾ ഇതൊക്കെ തന്നെ കൂട്ടി വായിക്കുമ്പോൾ ഇതിനകത്ത് യാതൊരുവിധ സംശയമില്ലെന്ന് രേവതിയും ഉറപ്പിച്ച് പറയുന്നുണ്ട്. സച്ചി അപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും രേവതി ഈ ആദിയുടെ കയ്യിൽ നിന്ന് ഇതുവരെ നമുക്കിങ്ങനെയൊന്ന് പറഞ്ഞ് കേട്ടതുപോലും ഇല്ലല്ലോ. അതുകൊണ്ടാണ് നമ്മളിൽ നിന്ന് പരമാവധി അകത്താനായിട്ട് ശ്രുതി ശ്രമിച്ചുകൊണ്ടേയിരുന്നത് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അതെ രേവതി, ഇവള് ഇത്രയും വലിയ ഫ്രോഡാണെന്ന് ഞാൻ കരുതിയില്ല. കണ്ടോ, അവൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം നമ്മളെ കാണിക്കാതെ മാറ്റി വെച്ചുകൊണ്ടിരുന്നത്. നമ്മൾ പ്ലാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും അറിയാത്ത രീതിയിൽ ഇവൾ വീട്ടിൽ നിന്ന് കണ്ടുപിടിച്ച് കറക്റ്റായിട്ട് സിഗ്നൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കാനും പറ്റാത്തതെന്ന് സച്ചി പറയുന്നുണ്ട്. വർഷയപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും ശ്രുതി നീ ചെയ്തത് ഒട്ടും ശരിയായില്ല. ഇത്രയും ചെറിയ കുഞ്ഞിനെ ഇട്ടിട്ട് അമ്മയെന്ന് പോലും ഒന്ന് വിളിക്കാൻ അതിന് അനുവാദമില്ലാതെ പാവം എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. സെക്കൻഡ് മാരേജ് എന്ന് പറയുന്നത് യാതൊരുവിധ കുറ്റമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ എന്തായാലും നീ ശ്രുതിയേട്ടനോട് ഇത്രയും കള്ളത്തരങ്ങൾ മറച്ചു വെച്ചിട്ട് നീ മറ്റൊരു വിവാഹത്തിന് തയ്യാറായത് എന്തായാലും ശരിയായില്ല. ആദിക്ക് കിട്ടേണ്ട ആ സ്നേഹവും പരിഗണനയും ഒക്കെ അത് നഷ്ടമാവുകയും ചെയ്തില്ലെന്നിങ്ങനെ വർഷ ചോദിക്കുന്നുണ്ട്.
അങ്ങനെ വർഷയും ശ്രീകാന്തും എല്ലാവരും വന്നിട്ട് ശ്രുതിയെ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി എങ്കിലും ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും എൻ്റെ ഭാഗത്ത് ഒരു ന്യായം കാണില്ല എന്നും പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, വായടക്കിടി, ഇനി നീ ഒരക്ഷരം മിണ്ടിപ്പോകരുത്. നീ എന്നെ മാത്രം ഇത്രയും നാൾ ചതിച്ചതും പോരാ, എൻ്റെ മകൻ്റെ ജീവിതമല്ലേടി നീ നശിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിയാണെങ്കിൽ ശ്രുതിയെ പിടിച്ച് തള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി എന്ത് വേണേലും പറഞ്ഞു, ശ്രുതിയെ ഞാൻ ചതിച്ചു എന്ന് മാത്രം പറയില്ല. ശ്രുതിയുടെ മാത്രമേ ഞാൻ ഇന്ന് വരെ ഇത്രയധികം സ്നേഹിച്ചിട്ടുള്ളൂ. ശ്രുതിയെ മാത്രം എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ശ്രുതി ഓരോന്നൊക്കെ പറയാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ചന്ദ്രമതി അതിനെയെല്ലാം തടഞ്ഞു നിർത്തി ശ്രുതിയുടെ വായടപ്പിക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം നമ്മുടെ അച്ചമ്മ വീട്ടിനുള്ളിലേക്ക് കയറി വരുന്നുണ്ട്. അപ്പോഴേക്ക് പെട്ടെന്ന് തന്നെ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, അല്ല അമ്മ എന്താ ഒന്ന് വിളിച്ചു പോലും പറയാതെ പെട്ടെന്ന് തന്നെയെന്ന് ചോദിക്കുകയാണേ. എന്നാൽ അച്ചമ്മ ഇതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല. ഇനി എൻ്റെ മകനെയും പേരമക്കളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടേ ഒരു പെർമിഷനൊക്കെ എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിയുടെ മുഖത്തേക്ക് നോക്കാതെ അച്ഛമ്മ അകത്തേക്ക് അങ്ങ് കയറി പോവാണ് കേട്ടോ. ഈ സമയം ശ്രുതിയാണെങ്കിൽ തറയിൽ ഇങ്ങനെ ഇരുന്നിട്ട് കരയാണല്ലോ. ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും തലകുനിച്ച് നിൽക്കുകയാണ് കേട്ടോ. ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്തിനാ ഇങ്ങനെ തറയിലിരുന്ന് കരയുന്നത്, എന്തു പറ്റിയെന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്കും സച്ചിയാണെങ്കിൽ വന്നിട്ട് അച്ഛമ്മയെ വിളിച്ചിട്ട് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അച്ഛമ്മയപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും ചന്ദ്രേ, ഇത് നിനക്ക് ദൈവം തന്ന ശിക്ഷയാണ്. പണം എന്നും പറഞ്ഞിട്ടേ നീ രേവതി മോളെ ഇട്ട് എന്തോരം ബുദ്ധിമുട്ടിച്ച് കണ്ണീരൊഴുക്കിപ്പിച്ചതാ. അതിനുള്ള ശിക്ഷയാണെന്ന് കരുതിയാൽ മതി. നിൻ്റെ ഇപ്പോൾ മരുമകളും നിൻ്റെ പ്രിയപ്പെട്ട മരുമകളിപ്പോൾ മലേഷ്യക്കാരിയുമല്ല, ദേണ്ട ഇപ്പോൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് പോലും വന്നു എന്ന് പറയാനേ. എന്നിട്ട് അച്ഛമ്മ പറയുന്നുണ്ട്, ഇവളെ ഞാൻ ആദ്യ ദിവസം കണ്ടപ്പോൾ തന്നെ കരുതിയതാണ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചവളാണല്ലോ എന്ന് കരുതി. പിന്നെ നിൻ്റെയൊക്കെ പണം എന്നുള്ള പറഞ്ഞ് അവളെ എടുത്ത് തലയിൽ വെച്ചേക്കുമല്ലായിരുന്നു മലേഷ്യക്കാരിയെന്നും പറഞ്ഞ്, അതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ലെന്നേ ഉള്ളെന്ന് പറഞ്ഞ് അച്ഛമ്മ ഇങ്ങനെ ചന്ദ്രയ്ക്കിട്ട് നല്ല ഒരു കൊട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ചന്ദ്രയാണെങ്കിൽ എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ തലകുനിച്ച് നിൽക്കുകയാണ്. അച്ഛമ്മ ശ്രുതിയുടെ നേരെ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നിനക്കിതെങ്ങനെ സാധിച്ചു? ഒരു കുഞ്ഞിനെ പ്രസവിച്ച് സ്വന്തം വീട്ടിലാക്കിയിട്ട് വന്ന് ഒന്നും അറിയാത്ത രീതിയിൽ ഒരു ആദ്യമായിട്ട് വിവാഹം കഴിക്കുന്ന ഒരു ചെറുക്കൻ്റെ കൂടെ ഒന്നും അറിയാത്ത രീതിയിൽ നിനക്ക് എങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞു എന്നൊക്കെ ചോദിച്ചിട്ട് അച്ഛമ്മ വായിൽ തോന്നുന്നതെല്ലാം നമ്മുടെ ശ്രുതിയെ പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നിൻ്റെ വീട്ടിൽ ആരും കാണില്ലേ, ഇതിനൊക്കെ നിൻ്റെ വീട്ടിലുള്ളവരെല്ലാം സമ്മതിച്ച് തന്നെയാണോ എന്ന് ചോദിക്കാനേ. അങ്ങനെ ഈ സമയം നമ്മുടെ ശ്രുതിയുടെ അമ്മയും വിളിച്ച് വരുത്തുന്നുണ്ട്, ആദ്യം കൂടിയിട്ട്. അങ്ങനെ വിമലാമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ പ്രായമായ ഒരു സ്ത്രീയല്ലേ, മോൾ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ കൂടി നിങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ? രണ്ടാം വിവാഹം കഴിച്ചത് തെറ്റല്ല, എന്നാൽ ഒരു കുട്ടിയുണ്ടെന്ന് പോലും മറച്ചു വെച്ചിട്ട് ഈ ചെറുപ്പക്കാരൻ ചെറുക്കൻ്റെ ജീവിതം നശിപ്പിക്കാൻ നിങ്ങളും കൂടി കൂട്ടുനിന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ചന്ദ്രമതിയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ് വിമലാമ്മേനെയൊക്കെ നോക്കുന്നത്. എന്നാൽ ഇപ്പോൾ തൽക്കാലം വാ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് ചന്ദ്രമതിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ വിമലാമ്മയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. നിങ്ങളെന്നോട് ക്ഷമിക്കണം, എൻ്റെ മോക്കൊരബദ്ധം പറ്റിയതാണ്. ഞാൻ പലതവണ അവളോട് പറഞ്ഞതാണ് ഈ കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയിട്ട്. എന്നാൽ അവൾക്ക് ശ്രുതിയെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് അവൾ എന്നെയും പറയാൻ സമ്മതിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരയാണ് കേട്ടോ. അങ്ങനെ ആദ്യം ഭയങ്കര സങ്കടത്തോടു കൂടി ശ്രുതി കരയാണല്ലോ. ശ്രുതിയുടെ അടുത്ത് പോയി നിന്ന് അമ്മ കരയണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുകയാണ്. ഇതുകൂടെ കാണുമ്പോൾ നമ്മുടെ ശ്രുതിക്കും ചന്ദ്രയ്ക്കും ഭയങ്കര ദേഷ്യം വരികയാണ്. രേവതി അപ്പോൾ വിമലാമ്മയുടെ അടുത്തോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, ആൻറ്റി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എത്രയോ തവണ ഞാനും എൻ്റെ സച്ചിയേട്ടനും ജോലി വരെ കളഞ്ഞിട്ട് നിങ്ങളുടെ കാര്യങ്ങൾക്കെല്ലാം വന്നില്ലേ, എന്നിട്ട് നിങ്ങൾ ഒരു സത്യം ഞങ്ങളോടെങ്കിലും പറഞ്ഞോ? തന്നെയല്ല ആദ്യം കാണാതെ ഞങ്ങൾ ആരും ഇല്ലാത്തവരാണല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ നിങ്ങളോട് സ്നേഹം കാട്ടി, എന്നാൽ നിങ്ങൾ ഞങ്ങളോട് ചെയ്തത് ഏറ്റവും വലിയ ചതിയല്ലേ എന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്കും അയ്യോ മോനെ സച്ചി, രേവതി മോളെ, നിങ്ങൾ എന്നെ മാത്രം വെറുക്കല്ലേ, ഞാൻ ഇവളോട്
പറഞ്ഞതാണ്. എന്നാൽ ശ്രുതിക്ക് തന്നോടുള്ള സ്നേഹം പോവോ, ശ്രുതിയിൽ നിന്ന് അകന്ന് ജീവിക്കേണ്ടി വരുമോ എന്നൊക്കെ കരുതിയിട്ടാണ് അവൾ എല്ലാവരിൽ നിന്നും മറച്ചത്. നിങ്ങൾ അവളെ മാത്രം ഒന്നും പറയരുത്, അവൾ പാവമാണെന്ന് പറഞ്ഞിട്ട് കല്യാണി എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ കരയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ നമ്മുടെ രവിക്ക് സങ്കടമൊക്കെ വരുന്നുണ്ട്, വിമലാമ്മയുടെ കണ്ണീരൊക്കെ കാണുമ്പോൾ. എന്നാലും രവി പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെ ന്യായീകരിച്ചാലും നിങ്ങളും നിങ്ങളുടെ മകളും കൂടി ചെയ്തത് ഒരു വലിയൊരു ക്രിമിനൽ കേസ് തന്നെയാണ്. എന്തായാലും ഇത് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക തന്നെ വേണമെന്ന് പറയുകയാണ്. ചന്ദ്രമതി അപ്പോൾ ദേഷ്യത്തിൽ വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, രവിയേട്ടൻ പറഞ്ഞത് തന്നെ ശരി, ഈ തള്ളയും മോളെ എല്ലാത്തിനെയും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ട് വിട്ടേര് എന്ന് പറഞ്ഞിട്ട് ദേ വിമലാമ്മേനെ വായി തോന്നുന്നു ഓരോന്നൊക്കെ പറയാണ് കേട്ടോ. ദേ ഇവൾ നിൽക്കുന്ന കണ്ടില്ലേ, ഇവിടെ വന്ന് വലിയ വീട്ടിൽ എൻ്റെ മോനെ കണ്ടപ്പോഴേക്കും വലിയ പഠിപ്പും സൗന്ദര്യമൊക്കെ ഉള്ളതാണല്ലോ, അന്തസ്സായിട്ട് ഒരു ചിലവില്ലാതെ അങ്ങ് തിന്ന് മോളെ കൊണ്ടുവന്ന് ഇങ്ങ് ഇറക്കി വിട്ടതാണ്. ഇവരാണ് എല്ലാത്തിനും കാരണം. മോക്ക് നല്ല ഐഡിയ ഒക്കെ അല്ലേ പറഞ്ഞു കൊടുത്തേക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ദേ ഈ തള്ളയുടെ മോളല്ലേ ഇവക്ക് പറ്റിയ ഒരു മോനും കൂടി, ഇതെല്ലാം ഫ്രോഡാണെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ അവരെ വായി തോന്നുമൊക്കെ പറയാണ് കേട്ടോ. ഈ സമയം ശ്രുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ശ്രുതി ചാടി എണീറ്റിട്ട് പറയുന്നുണ്ട്, ദേ ആൻറ്റി, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, എൻ്റെ അമ്മേനെയോ ആദിനെയോ ഒരു വാക്ക് മിണ്ടിപ്പോകരുതെന്ന് പറയാണേ. അപ്പോഴേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട്, ഓഹോ നിനക്ക് ദേഷ്യം അങ്ങ് പൊങ്ങി വരുന്നുണ്ടല്ലോ, ഇത്രയും നാളെ എത്രയോ തവണ നിൻ്റെ ഈ തള്ളയും മോനും കൂടി ഈ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്നിരിക്കുന്നു. അന്നൊക്കെ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും നീ ഒരക്ഷരം വാ തുറന്നു പോലും ഇല്ലല്ലോ. അപ്പോൾ നിനക്ക് എല്ലാം കേട്ടോണ്ട് നിൽക്കാനും അഭിനയിക്കാനും നന്നായിട്ട് അറിയാമായിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് ഒന്നും മിണ്ടാനില്ലാതായി പോവാണേ. സച്ചിയാണെങ്കിൽ ശ്രുതിയുടെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും നീ തന്നെയാടാ ആദ്യം ഒരു കുട്ടിയുടെ അച്ഛനായത്. എന്തായാലും അമ്മയുടെ ആഗ്രഹം സാധിച്ചല്ലോ, ഇത്രയും വലിയ ഒരു മകൻ നിനക്കുണ്ടെന്ന് ഞങ്ങൾ അറിയാതെ പോയല്ലോ എന്ന് ചോദിച്ചിട്ട് ശ്രുതിനെ കളിയാക്കുകയാണ് കേട്ടോ. ഇതോടെ കേൾക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ദേ സച്ചി മാറിപ്പോക്കോണം, അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ്, ആവശ്യമില്ലാത്തത് പറഞ്ഞുകൊണ്ട് വരില്ലേ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ രേവതിയും പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഒന്നും മിണ്ടാതിരുന്നേ, അച്ഛനും അമ്മയും കാര്യങ്ങൾ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചിയെ പിടിച്ച് നിർത്തുന്നുണ്ട്. ശ്രീകാന്ത് അപ്പോൾ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും ഏട്ടത്തി നിങ്ങളിപ്പോൾ ചെയ്തത് വലിയ മണ്ടത്തരമായി പോയില്ലേ, ഇത്രയും കള്ളത്തരങ്ങൾ പറഞ്ഞു ഒരു വീട്ടിലേക്ക് വിവാഹം കഴിച്ച് വന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടുമെന്നുള്ള ഓരോ നിമിഷവും നിങ്ങൾ എത്ര സമാധാനം ഇല്ലാതെയായിരിക്കും ജീവിച്ചിട്ടുണ്ടായിരിക്കുക. എന്തായാലും ഏട്ടനെ വിവാഹം കഴിച്ചത് ഒരു തെറ്റാന്ന് ഞാൻ പറയില്ല, എന്തായാലും ഇത്രയും കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ വിവാഹം ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ്. നേരത്തെ തന്നെ ശ്രുതിയേട്ടനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ സുധിയേട്ടൻ ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ട് ആദ്യം നല്ലൊരു ജീവിതം ഉണ്ടായേനെ, നിങ്ങളുടെയും ജീവിതം സന്തോഷകരമായേനെ. ഇനിയിപ്പോൾ നിങ്ങൾ ഇത്രയും കള്ളത്തരങ്ങൾ അവരറിഞ്ഞ സ്ഥിതിക്ക് ഒരിക്കലും ഇനി ഏട്ടത്തിനെ സ്വീകരിക്കാനോ സ്നേഹിക്കാനോ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളെല്ലാം പഴയ രീതിയിലേക്ക് തന്നെ പോവാണെന്ന് പറയുകയാണേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എന്താ ശ്രീകാന്തേ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ രവി വന്നിട്ട് പറയുന്നുണ്ട്, എന്താ അവൻ പറഞ്ഞതിനകത്ത് എന്താ ഇത്ര വലിയ തെറ്റുള്ളത്? ഒരു കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങൾ ചെയ്യുന്ന പണിയാണോ നീയോ ചെയ്തു വെച്ചിരിക്കുന്നത്? എന്നിട്ടിപ്പോൾ എന്തൊക്കെ കള്ളത്തരങ്ങളാണ്. ഒരു കള്ളത്തരം കഴിയുമ്പോൾ ഇനി ഇത് മാത്രമേ ഉള്ളൂ കള്ളത്തരങ്ങൾ, ഇനി ഒന്നുമില്ല, ഇനി ഞാൻ നല്ല രീതിയിൽ ജീവിച്ചോളാന്ന് എത്രയോ തവണ നീ സത്യം പറഞ്ഞിട്ടാണ് നിൻ്റെ ഓരോരോ കള്ളത്തരങ്ങൾ ഇവിടെ അഴിഞ്ഞു വീണിരിക്കുന്നത്. ഇതിപ്പോൾ ഇത്രയും വലിയൊരു കുട്ടിയുടെ അമ്മയായിട്ട് പോലും നീ ഇത്രയും നാൾ മറച്ചു വെച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രവിയും വായിൽ വരുന്നതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ചമ്മ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങോട്ട് കലി തുള്ളി വരുന്നുണ്ട്. എന്താ പറയാൻ പോകുന്നതെന്നും ചെയ്യാൻ പോകുന്നതെന്നും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണും വരയ്ക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.